ഹലോ മക്കളെ, ശ്രുതി ടീച്ചറാണ്. എല്ലാ മത്സര പരീക്ഷകളിലേതുപോലെ തന്നെ നമ്മുടെ LSS ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാമിലുള്ള ഒരു പ്രധാന ചോദ്യമാണ് കേട്ടോ കവികൾ അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. അവരെ കുറിച്ച് നമ്മൾ അറിയണം, അവരുടെ ഓരോ കൺട്രിബ്യൂഷനും സംഭാവനയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് ടീച്ചർ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിയായ കുമാരനാശാനെ കുറിച്ചാണ്. ആശാൻ, ആശയഗംഭീരൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നുണ്ട്. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? കുമാരനാശാനാണ്. അതുപോലെ ആശയങ്ങൾ, ഗംഭീരമായ ആശയങ്ങൾ കൊണ്ട് കവിതകൾ രചിച്ച, കാവ്യങ്ങൾ സൃഷ്ടിച്ച ഒരു കവിയാണ് കുമാരനാശാൻ. അപ്പോൾ ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നതും സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നതും ആരാണ്? നമ്മുടെ കുമാരനാശാനാണ്. പിന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട്, ഇദ്ദേഹം മഹാകാവ്യം എഴുതിയിട്ടില്ല. ഖണ്ഡകാവ്യങ്ങളും കാവ്യങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം എഴുതിയ ഖണ്ഡകാവ്യങ്ങളും അതുപോലെ കാവ്യങ്ങളൊക്കെ മഹാകാവ്യത്തോളം അത്രയ്ക്ക് ഗംഭീരമായിരുന്നു ആശയങ്ങൾ കൊണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം എന്തറിയപ്പെട്ടു എന്നറിയോ? മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന വിശേഷണത്തിന് ഇദ്ദേഹം അർഹനായി. അപ്പോൾ മഹാകാവ്യം എഴുതാതെ മഹാകവി എന്നറിയപ്പെട്ടത് എന്ന വിശേഷണത്തിന് അർഹനായ കവി ആര് എന്ന് ചോദിച്ചാലും അത് കുമാരനാശാനാണ് എന്ന് നമ്മൾ അറിയുക. ഇനി ഇദ്ദേഹം മരണപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? ഒരു ബോട്ടപകടത്തിൽ മരണപ്പെട്ട കവി ആരാണ്, ഏതാണ് എന്ന് ചോദിച്ചാൽ അതും കുമാരനാശാനാണ്. റെഡീമർ ബോട്ടപകടത്തിലാണ് നമ്മുടെ കുമാരനാശാൻ മരണപ്പെടുന്നത്. ഇനി കുമാരനാശാന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വരികൾ നമുക്കൊന്ന് നോക്കിയാലോ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യമാണ് എല്ലാത്തിനേക്കാളും വലുത് എന്ന് പാടിയത് ആരാണ്? കുമാരനാശാനാണ്. അതുപോലെ നമ്മുടെ സ്നേഹഗായകൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. നമ്മുടെ ലോകം തന്നെ ഉദിക്കുന്നത് സ്നേഹത്തിൽ നിന്നാണ്, അല്ലേ? സ്നേഹം കൊണ്ടാണ് അത് അഭിവൃദ്ധി പ്രാപിക്കുന്നത് എന്നും കൂടെ പറഞ്ഞതും കുമാരനാശാനാണ്. സ്നേഹഗായകനാണല്ലോ. പിന്നെ സ്നേഹമാണ് അഖില സാരമൊഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം എന്ന് പറയുന്ന വരികളും സ്നേഹത്തെക്കുറിച്ചാണ്. അതും എഴുതിയിരിക്കുന്നത് നമ്മുടെ കുമാരനാശാനാണ്. പിന്നെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതിക്കളെ നിങ്ങളെത്താൻ എന്ന് പറഞ്ഞതും കുമാരനാശാനാണ്. അപ്പോൾ എഴുത്തുകാരും അവരുടെ വരികളും അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള പ്രത്യേകതകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാ മത്സര പരീക്ഷകളിലും എന്ന പോലെ നമ്മുടെ LSSനും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ. ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താണ്. എല്ലാവർക്കും അറിയാം, എന്നാലും ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ള കുറച്ച് മക്കൾ ഉണ്ടാവും. അതുകൊണ്ട് പറയാണ്, നമ്മുടെ പ്രാണ ബാച്ച് ഉണ്ട്. സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് 4ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട്. പ്രധാനമായിട്ടും 4ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ LSS ഒക്കെ എഴുതുന്ന മക്കൾക്ക് ഫ്രീ ആയിട്ടൊരു LSS ബാച്ച് കൂടെ ഉണ്ട്. ഇപ്പോൾ അതിനൊരു 30% ഓഫർ ഉണ്ട്. അപ്പോൾ എല്ലാവരും മെഗാ 30 എന്ന് പറയുന്ന ഈ ഒരു ഓഫർ നിങ്ങൾ കരസ്ഥമാക്കുക. എന്നിട്ട് നമ്മുടെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യുക. എങ്ങനെയാണ് നമ്മുടെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കറിയോ? ഒന്നുകിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതും അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് സൈലം ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ ജോയിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളോടൊരു കൂപ്പൺ കോഡ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ മെഗാ 30 എന്ന് പറയുന്ന ആ ഒരു ഓഫർ, അത് കൂപ്പൺ കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത്. എല്ലാവരും ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം. സൈലത്തിലെ എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്കൊപ്പം അവിടെ ഉണ്ടാവും കേട്ടോ.